എല്ലാവരും അടിപൊളിയായിട്ട് ഓണമൊക്കെ ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ചെറിയ രീതിയിൽ സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ട് ജപ്പാനിൽ ഓണം ആഘോഷിച്ചു. അടുത്തുള്ള കമ്മ്യൂണിറ്റി സെൻറ്ററിലെ കിച്ചൺ റെൻറ്റിനടുത്താണ് ഞങ്ങൾ സദ്യയൊക്കെ സെറ്റ് ചെയ്തത്. ആദ്യം തന്നെ കൊച്ചുകുട്ടികൾക്ക് എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്തിട്ട് ഫ്രീ ആക്കി വിട്ടു. അവരപ്പം തന്നെ കളിക്കാൻ ഓടി. ഞങ്ങൾ കാത്തിരുന്ന ഒരു പാഴ്സലുണ്ട്, അത് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സെറ്റപ്പൊക്കെ കണ്ടിട്ട് എന്താണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ടോക്കിയോയിലുള്ള വിയറ്റ്നാം സ്റ്റോറിൽ നിന്ന് ഓർഡർ ചെയ്ത വാഴയിലയാണ്. 2 ദിവസം മുമ്പ് ഓർഡർ ചെയ്തതാണ്, പക്ഷേ ജസ്റ്റ് ഓൺ ടൈം ആണ് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ആവശ്യമുള്ള ലെങ്തിൽ മുറിച്ചെടുത്ത് കഴുകി ചോറ് വിളമ്പി. അവസാന നിമിഷമാണെങ്കിലും വാഴയില കിട്ടിയ സന്തോഷത്തിലാണ് എല്ലാവരും. അങ്ങനെ ചോറൊക്കെ വിളമ്പി സമാധാനമായിട്ടിരുന്ന് കഴിച്ചു. എല്ലാ വിഭവങ്ങളും ഇവിടെ വന്നിട്ട് കുക്ക് ചെയ്യാൻ പാടായതുകൊണ്ട് 1-2 കറികൾ വീതം എല്ലാവരും വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരികയാണ് ചെയ്തത്. കുപ്പികളിലാക്കി കൊണ്ടുവന്ന പായസം വിളമ്പാൻ നല്ല ഈസി ആയിരുന്നു. ഈ ഒരു ഐഡിയ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇവിടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ കൂടി നിന്ന് കഥയൊക്കെ പറഞ്ഞ് കുറച്ച് ഗെയിംസൊക്കെ കളിച്ച് പുറത്ത് പോയി അടുത്തുള്ള പാർക്കിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിരിഞ്ഞു. എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ഓണം.